റാം നാരായൺ റാം. ഒരു മനുഷ്യന് പലപ്പോഴും താനൊരു അശക്തനും നിർബലനും ആണെന്ന് തോന്നാറുണ്ട്. ജീവിതത്തിൽ പല സമയങ്ങളിലും അവസ്ഥകൾ നമ്മെ എതിർക്കുന്നതായിരിക്കും. നമ്മുടെ മനസ്സ് നമ്മുടേതായി നിൽക്കാറില്ല. നമ്മൾ നമ്മുടെ വിവേകത്തിൻ്റെ ശബ്ദം കേൾക്കാനാകാറില്ല. അത്തരത്തിൽ വ്യക്തി നിരാശയും ആശയക്കുഴപ്പവും അനുഭവിക്കുന്നു. അത്തരം സമയങ്ങളിൽ ധ്യാനം വളരെ സഹായകരമാകും. ധ്യാനത്തിൻ്റെ വഴി ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും വിവേകത്തിനെയും ആത്മാവിനെയും ശക്തിപ്പെടുത്തുന്നു. അവയെ നിയന്ത്രിക്കാൻ നിങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും ധ്യാനം നിർബന്ധമായി നടത്തണം. നിങ്ങളുടെ മനസ്സും വിവേകവും നിയന്ത്രണത്തിൽ ആകുമ്പോൾ സൃഷ്ടി നിങ്ങളെ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കും. അതായിരിക്കും നിങ്ങളുടെ ധർമ്മം. അതിനാൽ തന്നെ എല്ലാ സ്കൂളുകളിലും ധ്യാനം നിർബന്ധമാക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കണം. യുവന തലമുറ ഇത് മനസ്സിലാക്കുകയും മറ്റുള്ളവർക്കും ധ്യാനത്തിൻ്റെ ഗുണഫലങ്ങൾ വിശദീകരിക്കുകയും വേണം. ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നപ്പോൾ ഒരിടത്ത് ശാന്തമായി ഇരുന്ന് റാം നാരായൺ റാം എന്ന നാമം ജപിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ നാമത്തിൻ്റെ വലിയ ഗുണം എന്തെന്നാൽ ആദ്യം ജപിക്കാൻ ജാഗ്രത വേണമെന്നുണ്ട്. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം അത് നമ്മുടെ ശ്വാസവുമായി ചേർന്ന് പോകുന്നു. റാം നാരായൺ റാം എന്ന ശബ്ദം നമ്മുടെ ഉള്ളിലെ വിവേകവും ചൈതന്യവുമാണ്. ഈ ശബ്ദം എല്ലാവർക്കും വേണ്ടതും എല്ലാവരോടും കൂടിയതും എല്ലാ സത്തകളോടും ബന്ധപ്പെട്ടതും ആണ്. റാം നാരായൺ റാം എന്ന ശബ്ദം നമ്മോട് സംസാരിക്കുന്നു. നമ്മൾ അത് വിളിച്ചാൽ അത് മറുപടി പറയുന്നു. റാം നാരായൺ റാം എന്ന ശബ്ദം നമ്മുടെ വിളി കേൾക്കുന്നു, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നു, നമ്മുടെ അടുത്തേക്ക് വരുന്നു. ഇത് നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുന്നു. മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ ചിന്തിക്കുന്നു, പ്രതിജ്ഞ ചെയ്യുന്നു, സിദ്ധാന്തങ്ങൾ സ്വീകരിക്കുന്നു. പക്ഷേ കർമ്മം നമ്മെക്കൊണ്ട് ചെയ്യിക്കുന്നത് റാം നാരായൺ റാം തന്നെയാണ്. നാം ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഓരോ ചിന്തയ്ക്കും പിറകിലുള്ള അടിസ്ഥാന ശക്തി റാം നാരായൺ റാം ആണ്. ഇത് എല്ലായിടത്തും ഉണ്ട്, ഓരോ കണത്തിനുള്ളിലും. ഈ റാം ഒഴികെ ലോകത്ത് മറ്റെന്തുമില്ല. ഇവിടെ ഒരു മതം മാത്രമേ ഉണ്ടായിരിക്കൂ, അത് ജീവമതം ആയിരിക്കണം. ഭൂമിയിലെ എല്ലാ മതങ്ങളും മനുഷ്യൻ സൃഷ്ടിച്ചതാണ്, അതെല്ലാം സത്യമല്ല. നാം പ്രകൃതിയുടെ നിയമങ്ങൾ മാത്രമാണ് അംഗീകരിക്കേണ്ടത്, അതാണ് സത്യവും സകലവുമാകുന്നത്. ഇന്നത്തെ സത്യം എന്തെന്നാൽ നമ്മളെല്ലാവരും വഴിതെറ്റിയവരാണ്. നാം എവിടെ നിന്നാണ് വന്നത്? എവിടേക്ക് പോകണം? ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ജീവിതലക്ഷ്യം എന്താണ്? ഈ എല്ലാം ചോദ്യങ്ങളും നമ്മിൽ നിന്ന് മങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ സ്വയം ശ്രദ്ധിക്കാനാകാതെ പോകുകയാണ്. ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പോലും ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. അതിനാൽ എല്ലാ വ്യർത്ഥതയിലും മുൻപിൽ നിന്നുമുള്ള ശ്രദ്ധ തിരിച്ചുവാരി നിങ്ങളുടെ വിവേകത്തിൻ്റെ ശബ്ദം കേൾക്കുക, ധ്യാനത്തിലേക്ക് പോവുക. നമ്മുടെ മഹാഗുരുജി നൽകിയ ബീജമന്ത്രമായ റാം നാരായൺ റാം എല്ലാവർക്കും ജീവൻ നൽകുന്ന ഒന്നാണ്. നമ്മൾ അതിൻ്റെ ജപം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ വിവേകബോധം ഉണരുന്നു. ഈ ബീജമന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക, അത്ഭുതങ്ങൾ കാണുക. നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുക, ശക്തിയേൽക്കുക. റാം നാരായൺ റാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. എപ്പോഴും അതിൻ്റെ സ്മരണയിൽ ഉറച്ചു നിൽക്കുക. റാം നാരായൺ റാം.